അമേരിക്കയിലെ ജൂത കൗമാരക്കാരിൽ 37% അഥവാ 1/3 വിഭാഗം ഹമാസിനോട് സഹതാപമുള്ളവരാണ്, ഹമാസിനോട് അനുഭാവമുള്ളവരാണ് എന്ന ഞെട്ടിക്കുന്ന സർവേ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ 42% US കൗമാരക്കാർ വിശ്വസിക്കുന്നത് ഇസ്രായേൽ അധിനിവേശ സേന ഗാസയിൽ ജനുസൈഡ് അഥവാ വംശഹത്യ തന്നെയാണ് നടത്തുന്നത് എന്നാണ്. പ്രോ ഫലസ്തീൻ അഥവാ ഫലസ്തീൻ അനുകൂല സമൂഹം നടത്തുന്ന പ്രതിഷേധങ്ങളെക്കാൾ ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഇസ്രായേലിൽ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ളതാണ് സ്വന്തം വിഭാഗത്തിന്റെ ഈ നിലപാട് മാറ്റങ്ങൾ. ഒരുതരം ജൂത വർഗീയ ഫാസിസത്തിനെതിരെയുള്ള ശബ്ദമാണ് ഉയർന്നു വന്നത് എന്ന് പറയാം. അമേരിക്കൻ ജൂത കൗമാരക്കാരിൽ സാംസ്കാരികം, സാമൂഹികം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ഉണ്ടായ മാറ്റങ്ങളുടെ സ്വാധീനമാണ് ഇസ്രായേലിനെ ആശങ്കകൾ ജനിപ്പിച്ച് ജൂത കൗമാരക്കാർക്കിടയിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രധാനമായും പാശ്ചാത്യ വിദ്യാഭ്യാസം വംശീയമായ കാഴ്ചപ്പാടുകളിൽ നിന്നും മാനവികമായ കാഴ്ചപ്പാടുകളിലേക്ക് അവരുടെ ചിന്താഗതികളെ മാറ്റുന്നുവെന്നർത്ഥം. ഇസ്രായേലിനെ നിരായുധീകരിക്കണമെന്ന നിലപാടുകൾ പോലും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഏറ്റവും അധികം സ്വാധീനിക്കുവാൻ പോകുന്നത് അമേരിക്കയുടെ ഇസ്രായേൽ നിലപാടുകളെയാണ്. ഈ കാറ്റിന് അനുകൂലമായി നിൽക്കുക എന്നതല്ലാതെ ട്രംപിനും വേറെ വഴിയില്ലായിരുന്നു. ഇസ്രായേൽ വിഷയത്തിൽ ഒരു വ്യക്തമായ നിലപാടെടുക്കുവാൻ ട്രംപിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. മാറ്റങ്ങൾ കൗമാരപ്രായക്കാരിലിടയിലാണെങ്കിലും അതിന്റെ അലയടികൾ സമൂഹത്തിൽ ആകമാനം ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇവരിൽ 60% പേർ ഹമാസിനോട് അനുഭാവമുള്ളവരാണ്, അതല്ലെങ്കിൽ സിമ്പതിയുള്ളവരാണെന്നതാണ് ഇസ്രായേലിന് ഏറ്റവും അസ്വസ്ഥതയുണ്ടാക്കുന്ന വസ്തുത. ഇസ്രായേലിനെതിരെയുള്ള നിലപാടുകളും അഭിപ്രായങ്ങളും ആര് കൈക്കൊണ്ടാലും അതിനെയൊക്കെയും ജൂതവിരുദ്ധത അഥവാ ആന്റിസെമിറ്റിസം എന്ന വ്യാഖ്യാനത്തിന്റെ മറപിടിക്കുന്ന നെതന്യാഹുവിന് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് അമേരിക്കൻ ജൂത കൗമാരക്കാരുടെ ഈ നിലപാട് മാറ്റങ്ങൾ. അതേസമയം തീവ്ര ജൂത അനുകൂലികളിൽ പോലും 6% പേരാണ് ഹമാസിനോട് അനുഭാവം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജൂത പാഠങ്ങളോട് വലിയ അനുഭാവം കാണിക്കാത്തവരിൽ 65% പേരാണ് ഹമാസിന് അനുകൂലമായ വികാരം പ്രകടിപ്പിച്ചത് അഥവാ ഹമാസിനോടുള്ള സിമ്പതി രേഖപ്പെടുത്തിയത്. ഇത് തീവ്ര ജൂത വർഗീയ ഫാസിസത്തിന് സ്വീകാര്യത പുതിയ തലമുറകൾക്കിടയിൽ കുറഞ്ഞു വരുന്നു എന്നതിനുള്ള സൂചനയാണ്. ഇസ്രായേൽ പ്രവാസി മന്ത്രാലയം അമേരിക്കൻ ജൂസ് കൗമാരക്കാർക്കിടയിൽ നടത്തിയ സർവേ റിപ്പോർട്ടുകളിലൂടെയാണ് ഈ വസ്തുതകൾ പുറത്തു വന്നത്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ? റൊണാൾഡ് ട്രംപ് ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കും, പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരും എന്നൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ മനസ്സിൽ ലക്ഷ്യം വെച്ച പദ്ധതികൾ വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും യുദ്ധവിരുദ്ധരായ ജൂത വോട്ടുകളും ഫലസ്തീൻ അനുകൂലികളായ അമേരിക്കൻ മുസ്ലിം വോട്ടുകളും ട്രംപിന് പോയത് ആ പ്രഖ്യാപനങ്ങളിൽ സത്യവും ആത്മാർത്ഥതയും ഉണ്ടെന്ന വിശ്വാസത്തിൽ തന്നെയായിരുന്നു. ഈ വിശ്വാസങ്ങളെ ചവിട്ടിമെതിച്ചുകൊണ്ട് നെതന്യാഹുവിനെ കുടപിടിക്കുവാൻ ട്രംപ് തയ്യാറായാൽ വളർന്നു വരുന്ന അമേരിക്കൻ ജൂത തലമുറ അതിനുള്ള തിരിച്ചടി നൽകും എന്നാണ് ഇസ്രായേൽ സർക്കാർ തന്നെ നടത്തിയ സർവേ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. ഒക്ടോബറിൽ പുറത്തു വന്ന സർവേ റിപ്പോർട്ടിലെ ഈ സൂചനകൾ ട്രംപ് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് അദ്ദേഹത്തിന്റെ തന്നെ ഏറ്റവും പുതിയ നിലപാടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗാസ യുദ്ധം തുടങ്ങിയ മാസം ട്രംപിന്റെ നിലപാട് പൂർണ്ണമായും ഇസ്രായേലിന് അനുകൂലമായിരുന്നു. ഇതുവരെ ആരും നൽകാത്ത വിധം പിന്തുണ ഇസ്രായേലിന് നൽകണമെന്നായിരുന്നു അന്ന് ട്രംപ് പ്രതികരിച്ചത്. എന്നാൽ മാർച്ച് മാസം ഇസ്രായേൽ ഹയോം എന്ന ഇസ്രായേൽ ന്യൂസ് പേപ്പറിന് നൽകിയ ഇന്റർവ്യൂവിൽ ട്രംപ് തന്റെ നിലപാടിന്റെ വീര്യം കുറച്ചു. യുദ്ധം അവസാനിപ്പിക്കുവാനും ആഗോള പിന്തുണ നഷ്ടപ്പെടുത്താതിരിക്കുവാനുമാണ് ഇസ്രായേലിനോട് ട്രംപ് ആവശ്യപ്പെട്ടത്. തുടർന്ന് ഇസ്രായേൽ ബോംബുകൾ വർഷിച്ച് ഗാസയിലെ കെട്ടിടങ്ങൾ തകർക്കുന്നത് കണ്ടപ്പോൾ അത് ഇസ്രായേലിന് മോശം ഇമേജ് ഉണ്ടാക്കുമെന്നും പൊതുസമൂഹവുമായുള്ള ബന്ധത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. എന്നാൽ US പ്രസിഡന്റ് ആയിരിക്കെ ട്രംപ് തർക്കപ്രദേശമായ ജെറൂസലേമിനെ ഇസ്രായേൽ തലസ്ഥാനമായി അംഗീകരിച്ചതും
ടെല്ലവീവിൽ നിന്നും US എംബസി ജെറൂസലേമിലേക്ക് മാറ്റിയതും ഉയർത്തിപ്പിടിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി ട്രംപിനെതിരെ വിമർശനങ്ങളുമായി രംഗത്തു വന്നു. തുടർന്ന് മെയ് മാസം ഫലസ്തീൻ അനുകൂലികളോട് ട്രംപ് കടുത്ത നിലപാട് സ്വീകരിച്ചു. ഫലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടത്തിയ വിദ്യാർത്ഥികളെ താൻ അധികാരത്തിൽ വന്നാൽ നാടുകടത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. എന്നാൽ ജൂലൈ ആയപ്പോൾ ട്രംപിന്റെ നിലപാടിന് വീണ്ടും മാറ്റം വന്നു. നെതന്യാഹുവിന് നൽകിയ കൂടിക്കാഴ്ചയിൽ പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തണമെന്നും താൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഓഫീസിൽ ചാർജ് എടുക്കുന്നതിന് മുമ്പായി ഗാസ ഓപ്പറേഷൻ അവസാനിപ്പിക്കണമെന്നും നെതന്യാഹുവിനോട് ട്രംപ് ആവശ്യപ്പെട്ടതായി ടൈംസ് ഓഫ് ഇസ്രായേലും അസോസിയേറ്റ് പ്രസും റിപ്പോർട്ട് ചെയ്തു. ആഗസ്റ്റ് മാസമായപ്പോഴേക്കും ഗാസ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നും ഗാസയിലെ കൂട്ടക്കുരുതി അവസാനിപ്പിക്കണമെന്നും ട്രംപ് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു. അതേസമയം അമേരിക്കൻ തിരഞ്ഞെടുപ്പ് അവരുടെ വിഷയം ആണെന്നും അമേരിക്ക ഇസ്രായേലിന് നൽകുന്ന അന്ധമായ പിന്തുണയ്ക്ക് അവസാനമുണ്ടാകുമെന്നും ബൈഡന്റെ തെറ്റുകൾ ട്രംപ് ആവർത്തിക്കുകയില്ല എന്നാണ് തങ്ങൾ കരുതുന്നതെന്നുമാണ് ഹമാസ് പ്രതിനിധി സമി അബൂ സഹരി റോയിറ്ററിന് നൽകിയ അഭിമുഖത്തിൽ അറിയിച്ചത്. ഇത്തരത്തിൽ പല സന്ദർഭങ്ങളിലായി പല വിരുദ്ധ നിലപാടുകളുമെടുത്ത ട്രംപ് തിരഞ്ഞെടുക്കപ്പെടുകയും അധികാര പ്രവേശനം അടുക്കുംതോറും ഇസ്രായേൽ ഗാസയിൽ കൂട്ടക്കുരുതി കൂടുതൽ തീവ്രമാക്കുകയും നിഷ്ഠൂരമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് പല സംശയങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. അതേസമയം ഹിസ്ബുള്ളയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്ന ശക്തമായ തിരിച്ചടികൾ ധൃതിയിൽ അവസാനിപ്പിച്ച് വെടിനിർത്തൽ കരാറിലെത്തുകയും ചെയ്ത ഉടനെ തന്നെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ ശക്തമാക്കി. ഈ ധൃതിയിലുള്ള വെടിനിർത്തൽ കരാറ് പോലും ഗാസയെ ലക്ഷ്യം വെച്ചുള്ളതാണോ എന്ന സംശയം ഇവിടെ രൂപപ്പെട്ടു വരികയാണ്. അതുപോലെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം ചെയ്യേണ്ടതൊക്കെ ചെയ്തോളൂ എന്ന് നെതന്യാഹുവിനോട് ട്രംപ് പറഞ്ഞതിന്റെ ഉദ്ദേശം താൻ അധികാരം കൈയാളുന്നതിന് മുമ്പായി അടിച്ചു തകർക്കേണ്ടതെല്ലാം തകർത്ത് തീർത്തോളൂ എന്ന സന്ദേശമാണോ ഇതിന്റെ പിന്നിലെന്നും അങ്ങനെ അതിന്റെ ഉത്തരവാദിത്വം ബൈഡന്റെ തലയിൽ കിടക്കട്ടെ എന്നുമാണോ ട്രംപിന്റെ മനസ്സിലിരിപ്പ് എന്നതുമാണ് ഇവിടെ ഉയർന്നു വരുന്ന മറ്റൊരു സംശയം. താൻ അധികാരത്തിൽ കയറുന്നതിന് മുമ്പായി എല്ലാം ശാന്തമാവട്ടെ എന്ന ഉദ്ദേശവുമാണോ ട്രംപിനുള്ളത് എന്ന സ്വാഭാവിക സംശയമാണ് ഇവിടെ ഉയർന്നു വരുന്നത്.